Hello friends, welcome to the 𝙑𝙗𝙬𝙬𝙯 channel. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു മൊബൈൽ ഗിംബിൾ, സ്മാർട്ട് ഫോൺ ഗിംബിൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 6000 റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ഗിംബിൾ, അതായത് നമ്മുടെ ഷിയോമിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്ന് വേറൊരു ഇതുപോലെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺ ഗിംബിളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ മോസയുടെയാണ്. മോസ നാനോ ST എന്ന് പറഞ്ഞൊരു മോഡലാണിത്. 2 axis ആണ്. പക്ഷേ ഇതിന് 3000-3100 റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഗിംബലിൻ്റെ യൂസൊക്കെ നമുക്ക് ഇതുകൊണ്ട് നടക്കും. ഇത് നമുക്ക് ആക്ച്വലി സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ റേഞ്ചിൽ വരുന്നൊരു നല്ലൊരു ഗിംബൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിൽ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള റിമോട്ടും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ റിമോട്ട് നമുക്ക് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള നമ്മുടെ ക്യാമറ ആപ്പിൽ വർക്ക് കിട്ടാം. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് സീൽഡ് ബോക്സ് തന്നെയാണ്. ബ്ലാക്ക് കളറാണ്. ഇത് ആക്ച്വലി 2 കളറിൽ അവൈലബിൾ ആണ്. ഈ കളറിന് ഗ്രീൻ കളറിലും പിന്നെ നമുക്ക് ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ്. MRP ഓർത്തേക്കുന്നത് 5000 രൂപയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബൈയിങ് പ്രൈസ് വരുന്നത് 3000 ആ റേഞ്ചിലേക്ക് പ്രൈസ് വരുന്നത്. എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാൻ താല്പര്യമൊക്കെ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ എന്തായാലും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഗിംബിൾ വേണമെന്നുള്ളവർക്കുള്ളൊരു വേറൊരു നമ്മൾ മുമ്പ് പരിചയപ്പെടുന്നതായിട്ടും ചെറിയൊരു റേഞ്ചിൽ വരുന്നൊരു പ്രൊഡക്റ്റാണ്. സിംഗിൾ ആക്സിസ് ആണ്. നമ്മൾ അന്ന് ചെയ്തത് ഡബിൾ ആക്സിസ് ആണെന്ന് വെച്ചാൽ 2 ആക്സിസ് ആയിരുന്നു. അപ്പോൾ ഇത് സിംഗിൾ ആക്സിസ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, മോസ എന്ന് പറയുന്നതും ഒരു ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. നമ്മൾ അന്ന് അൺബോക്സ് ചെയ്ത ഷിയോമോ ചൈനീസ് തന്നെയാണ്. അതുപോലെ DJI, ഇതൊക്കെ ചൈനീസ് ബ്രാൻഡുകളാണ് കേട്ടോ. ഈ ഗിംബൽ അടക്കുന്നതൊക്കെ ചൈനീസ് ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. വേറെ ബ്രാൻഡുകളൊന്നും ഇല്ല. എൻ്റെ ഒരു അറിവനുസരിച്ച് വേറെ കൺട്രി ബ്രാൻഡൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ഒരു ഇത്. ഇല്ലയെന്നാണ് 99% ഇല്ല എന്നാണ് ഉറപ്പിട്ടാ. അപ്പോൾ മാനുഫാക്ചർഡ് ബൈ ഷെൻസൺ എല്ലാ സംഭവം തന്നെയാണ് ഇത് ആക്ച്വലി. പക്ഷേ ഇമ്പോർട്ടഡ് ആൻഡ് കൺസ്യൂമർ സർവീസൊക്കെ കോൺടാക്ട് ചെയ്യുന്നത് 𝙑𝙤𝙑𝙧𝙗 ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ സർവീസ് നിങ്ങൾക്ക് അറിയായിരിക്കും. 𝙑𝙤𝙑𝙧𝙗 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അവർക്കൊരു ഷോപ്പൊക്കെ ഉണ്ട്. മുംബൈയിലാണ് തോന്നുന്നത്. മുംബൈ, ഡൽഹി ആ റേഞ്ചിലാണ്. അവരാണ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. ഡയറക്റ്റ് കമ്പനി സർവീസ് അല്ലെങ്കിലും ഏജൻസി വഴി സർവീസാണ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. DJI അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. നമ്മളൊരു ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. ഒരു ഹോം പേജ് പോലെ, ഒരു എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറി ആയിട്ടുള്ള ഒരു ഹോം പേജ് പോലെ നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് കുറച്ചും എളുപ്പമാക്കൂട്ടാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ടൈം അധികം വേസ്റ്റ് ചെയ്യാണ്ട് ആമസോൺ പർച്ചേസിങ് പെട്ടെന്നാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി 4-5 വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. അതുപോലെ വയർലെസ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും TWSഉം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും കാണാത്തവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ കാണുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോസ, നമ്മുടെ എക്സ്റ്റൻഡബിൾ സെൽഫി ഗിംബലിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് മോസയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇതിൽ പച്ച കളറാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മൾ ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആപ്പിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളായിട്ടുള്ള പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുകളിലായിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4999 രൂപയാണ്. ഇമ്പോർട്ടഡ് ആൻഡ് കസ്റ്റമർ സർവീസും ഒക്കെ 𝙑𝙤𝙑𝙧𝙗 ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് കേട്ടോ. മഹാരാഷ്ട്രയിലത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അവർ. അവർക്ക് ഷോപ്പും വെബ്സൈറ്റൊക്കെ ഉണ്ട്. imagine.ext.co.in എന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ നമ്മൾ ഇത് ആമസോണിലാണ് നമ്മൾ എന്തായാലും പറയുന്നത്. നമ്മൾ ആമസോണിൻ്റെ ലിങ്കാണ് നമ്മൾ കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നമുക്ക് 3100 ആ റേഞ്ചിലൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. നമ്മളെന്തായാലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്താലും ഇത് ആക്ച്വലി സീൽഡാണ് കേട്ടോ. നമ്മളെന്തായാലും നമ്മൾ സീല് പൊട്ടിക്കാൻ പോവാണ്. ഉണ്ട്, സീലാണ്. സീൽ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ സീൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിങ് വന്നിരിക്കുന്നത്. ഒരു തെർമോക്കോൾ പോലെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് കളറാണ്. നല്ല ബിൽ ക്വാളിറ്റി എടുക്കുന്നുണ്ട്. തൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബിൽ ക്വാളിറ്റി അറിയുന്നുണ്ട്. നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് ഒരു നമുക്ക് ചാർജിങ് ആയിട്ടുള്ളൊരു കേബിൾ വന്നിട്ടുണ്ട്. ഇത് Type-C കേബിളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നതിൽ ചാർജ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഈ സൈഡിലായിട്ട് നമുക്കൊരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മോസയുടെ തന്നെ ഒരു ബുക്ക്ലെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തൽക്കാലം വയ്ക്കാം. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഒരു റാപ്പിംഗ് കളയാം. ഓക്കെ, നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിതിൽ ആക്ച്വലി ഒരു ആപ്പ് വേണ്ടിട്ട് നമുക്ക് നമ്മുടെ മോസ മിനി എന്ന് വെച്ചാൽ മോസ ജീനി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് ഇതിന്. ആക്ച്വലി ഇതാ കണ്ടു, മോസ ജീനി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് ഇതിന്. നമുക്ക് ഈ ആപ്പ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഗിംബലൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് ഇത് 3 ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ.
നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള റിമോട്ട് കണ്ടു. നമുക്കിതിൽ ബട്ടണും ഡിറ്റാച്ചബിൾ ആണ്. അപ്പോൾ ഇത് ഓണാക്കാൻ ഇത് നമുക്ക് തന്നെ വെക്കാം. ബിൽ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓണാക്കാനുള്ള സ്വിച്ച് കൂടെ ഉണ്ട്, നമ്മുടെ ഒരു ഇത് ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഓണാക്കാനുള്ള സ്വിച്ചും അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ എംബിളും അതുപോലെ ബാറ്ററിയുടെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും തോമണത്തെ പഠിക്കാം. അപ്പോൾ ഇത് വൈബ്രേറ്റും ചെയ്തു. ബാറ്ററി 3 കട്ട ഉണ്ടെന്ന് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റായിരിക്കും നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി നമുക്ക് ഇതിന് ഡിറ്റാച്ചബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഊരെടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാം. അത് നല്ലത്. നമുക്കിപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ അതൊക്കെ നല്ലതാണ്. ഇതാണ് നമുക്കിതിൽ ആക്ച്വലി 4 ബട്ടൺസ് ഉണ്ട്. ഒരു എം ബട്ടൺ ഉണ്ട്, 2 മൈനസും പ്ലസും ഉണ്ട്, പിന്നെ ഒരു റെക്കോർഡ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ മൈനസ് ബട്ടൺ നമുക്കിത് നമ്മുടെ ഹൊറിസോണ്ടലാക്കാനും മറ്റേതാക്കാനും ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ, നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് റെക്കോർഡാകുമ്പോഴത്തേക്ക് ഈ റെക്കോർഡാകുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡാകുന്നുണ്ട്. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റായിരിക്കും. ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ റെക്കോർഡിംഗ് ആണ്. പിന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോട്ടോ മോഡിലേക്ക് പോകും. കണ്ടോ, ഫോട്ടോ മോഡിലേക്ക് പോയി. ഇനി നമുക്ക് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. കണ്ടോ, അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വീഡിയോ മോഡിലേക്ക് തന്നെ വരും. പിന്നെ ഇതിൽ കുറേ നമുക്ക് ഫോളോ മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എംബട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നമുക്ക് ഒരു ക്ലിക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ആൻഡ് ലോക്ക് മോഡാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എംബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോഡ് കാണണം, ഓൾ ഫോളോ എന്നായിട്ടുണ്ട് കണ്ടു. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറയിലേക്ക് മാറാനും പറ്റും. അപ്പോൾ ഞാനിത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യാം. അതിൽ 1 2 3 നമുക്കിത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറയിലേക്ക് ഓൺ ആയിട്ടുണ്ട് കണ്ടു. അപ്പോൾ നമുക്ക് 1 2 3 നമുക്കിത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അമർത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായി പോയി 1 2 3 നമ്മൾ കറക്റ്റായിട്ട് ആ ഫ്രീക്വൻസി ആ സെക്കൻഡ് ലൈൻ അമർത്തി 1 2 3 ഇപ്പോൾ 2 ആവണേ. ഇതപ്പോൾ ഉണ്ട് ഫ്രണ്ട് ക്യാമറ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കൺട്രോൾ ഇത് ആദ്യം കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് പരിചയപ്പെട്ടാണ്. പക്ഷേ എനിക്ക് ഈ ഡിറ്റാച്ചബിൾ ഉള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് എടുത്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ഷൂട്ടിങ് തന്നെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ മൈനസ് ബട്ടണും ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു മൈനസ് ബട്ടണും ഇത് നമുക്ക് സൂം ചെയ്യാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ സൂം ഔട്ടാണ് കണ്ടോ, നമുക്ക് സൂം ചെയ്യാൻ ഉപയോഗിക്കാം. കറക്റ്റായിട്ട് സൂം ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ബാക്ക് അമർത്തി കഴിഞ്ഞാൽ സൂം ഔട്ടൊക്കെ കണ്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ റൈറ്റ് ബട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് ഈ പ്ലസ് ബട്ടനെ കൊണ്ട് നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ്സ് മാറാനൊക്കെ ഉപയോഗിക്കാം, സൂമിന് ഉപയോഗിക്കാം. പിന്നെ ഓട്ടോമാറ്റിക്കലി സൂമും ഉണ്ട്. പിന്നെ ഡൗൺ ബട്ടൺ നമുക്ക് ഷൂട്ടിംഗ് മോഡുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആൻഡ് റെക്കോർഡിംഗ് മോഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് നമുക്കിതിൽ ഇൻബിൽഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3000 രൂപയ്ക്ക് ഒരു വെർത്തായിട്ടുള്ള സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. ഇൻബിൽഡായിട്ട് നമുക്ക് ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻബിൽഡായിട്ട് എന്ന് വെച്ചാൽ ട്രൈപ്പോഡിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഗിംബലിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്രൈപ്പോഡ് ഫിക്സഡ് ആയിട്ട് വരുന്നുണ്ട്, ഡിറ്റാച്ചബിൾ അല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് പിടിച്ച് കൊണ്ട് നടക്കാനൊക്കെ സുഖം തന്നെയാണ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം കണ്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെയും ഒരു ഗുണമുണ്ട്, നമുക്കിത് ഏത് ആംഗിളിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിറ്റാണ്. അപ്പോൾ മാറിപ്പോകുന്നില്ല കേട്ടോ. അതും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള മോഡ് നമുക്ക് ഇത്രയ്ക്ക് വരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. 3000 രൂപയ്ക്ക് എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മളിതൊരു ജസ്റ്റ് ഒരു നമ്മൾ അൺബോക്സിങ്ങും ഓവർവ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തായാലും ജസ്റ്റ് വീഡിയോ അധികം ലെങ്തി ആക്കാനൊന്നും നമ്മൾ പ്രത്യേകം വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ആക്സിസ് ഒരു ഇതാണ് ശരിക്കും. ആക്ച്വലി ഇതൊരു നമ്മുടെ എന്താ പറയുക സെൽഫി സ്റ്റിക്ക് എക്സ്റ്റൻഷനായിട്ട് ഉപയോഗിക്കാം. ഒരു ചെറുതായിട്ട് നമുക്കൊരു ഗിംബലിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്റ്റെബിലൈസേഷനും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു എൻട്രി ലെവൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് വാങ്ങിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക നമ്മളിതിനു മുമ്പ് ഷിയോൻ്റെ പരിചയപ്പെടുത്തിയതും രണ്ടും ഒരു ബിഗിനേഴ്സിനുള്ള സംഭവം തന്നെയാണ്. ഒരു അത്യാവശ്യം നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടി സ്റ്റെബിലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഷിയോമിൻ്റെ ആ ബ്രാൻഡ് വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ചാൽ 2 ആക്സസ് ആണ്, ഇത് സിംഗിൾ ആക്സസ് ആണ്. മറ്റേതിൽ നമുക്ക് ഈ സെൽഫി സ്റ്റിക്കിൻ്റെ മോഡുണ്ട്, ഇതിൽ നമുക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടി എന്താ പറയുക ബഡ്ജറ്റാണെന്ന് മാത്രം, ഒരു 3000 റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മാത്രം. ബിൽ ക്വാളിറ്റി രണ്ടും ടോപ്പ് നോച്ച് തന്നെയാണ് കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട്. ഇതിലെനിക്ക് പക്ഷേ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ റിമോട്ടിൻ്റെ കാര്യം തന്നെയാണെന്ന് വെച്ചാൽ നമുക്കിത് ദൂരെ വെച്ചിട്ട് നമ്മളെ തന്നെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. അതുപോലെ നമ്മൾ തന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഈസി ആയിട്ട് പറ്റും നമ്മൾ ഈ റിമോട്ടിൽ കൊണ്ടിട്ടാണ്. ഇത് ആക്ച്വലി നമുക്ക് എന്തായാലും നമ്മുടെ
ഡിഫോൾട്ടായിട്ട് ആപ്പിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോക്കി നോക്കാം. ഇത് നമ്മുടെ OnePlusൻ്റെ ക്യാമറ ആപ്പാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് അമർത്തി നോക്കാം. ഇല്ല, നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ക്യാമറയിൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോസയുടെ തന്നെ ആപ്പ് തന്നെ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും സംശയം ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പേരോടെ എഴുതി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ ലിസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.